ഓക്കെ ലെറ്റ്സ് സീ. താങ്ക് യു വിജാസ്, താങ്ക്സ് എ ലോട്ട് കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ആദ്യം വിളിച്ച നമ്മുടെ മീന ചുമ്മാ അങ്ങോട്ട് കോവളം പറഞ്ഞു. ഞാൻ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു ബീച്ച് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും കോവളം പറഞ്ഞു. രണ്ടാമത് വിളിച്ച ആള് കോവളം തന്നെ പറഞ്ഞു. മൂന്നാമത് വിളിച്ച ആള് കോവളം പറഞ്ഞു. ഇത് സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നേരെ വണ്ടി തിരിച്ച് ശംഖുമുഖത്തേക്ക് വിട്ടു. എന്തായാലും ഈ പറഞ്ഞ ക്ലൂ എല്ലാം വെച്ച് നോക്കുമ്പോ ഉത്തരം കോവളം ഇസ് ദ റൈറ്റ് ആൻസർ. കോവളമാണ് ഈ ബീച്ച്. അപ്പൊ നമ്മുടെ നിധി കോവളത്താണ് കേട്ടോ. എന്തായാലും അങ്ങനെ മീന കൺഗ്രാറ്റുലേഷൻസ്, കോവളത്തേക്ക് എത്തി. നമ്മുടെ നിധി കണ്ടുപിടിച്ചു കോവളമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഹവ ബീച്ചും അതുപോലെ സമുദ്ര ബീച്ചും ലൈറ്റ് ഹൗസ് ബീച്ചും ഒക്കെ കോവളം ബീച്ചിന്റെ ഭാഗമാണ്. കോവളം ബീച്ച് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും ക്രൗഡിനും കൂടി ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ നോക്കുകയായിരുന്നേ കോവളം എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്നുള്ളത്. വിക്കിപീഡിയ പറയുന്നു കോവളം എന്ന പേര് വന്നത് കോവളം മീൻസ് കോക്കനട്ട് ഗ്രൂവ്, അതായത് തെങ്ങിൻ തോപ്പ്. എനിക്ക് മനസ്സിലായില്ല തെങ്ങിൻ തോപ്പ് കോവളവും തമ്മിൽ എന്താണ് ബന്ധം. ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഷഹീനോടും അരുണോടും ഒക്കെ ചോദിക്കായിരുന്നു കോവളം എന്ന വാക്കിന് ശരിക്കും തെങ്ങിൻ തോപ്പ് എന്ന അർത്ഥം വരുന്നത് എങ്ങനെയാണോ എന്തോ. എന്തായാലും അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. നമ്മൾ എന്തായാലും നമ്മുടെ നിധി കണ്ടുപിടിക്കാൻ അറിയില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു യു. മീനയ്ക്ക് ആദ്യം കണ്ടുപിടിച്ചത് നമ്മുടെ മീനയല്ലേ. ചുമ്മാ ഗസ് ചെയ്താണെങ്കിലും കറക്റ്റ് ആൻസർ ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇനി പാട്ടൊക്കെ കേട്ട് തിരിച്ചു വന്നാലോ. ഓൺ വാട്സ് ഓഫ് യു ഉണ്ടാവും ഇവിടെ. കേരളം കേ വച്ചാണ് കേരളമായത്. കേരങ്ങളുടെ കേരളമായത്. ഓളായത് കോക്കനട്ട് ട്രീയുടെ മുകളിൽ. അങ്ങനെ അവിടെ കോക്കനട്ട് ട്രീ ഉണ്ടല്ലോ. മണമുണ്ടേ കുട്ടനാട്ട് ചെളി മണമുണ്ടേ, ചെളി മണമുണ്ടേ കുട്ടനാട്ട് ചെളി മണമുണ്ടേ. ചെമ്പഴുക്ക ചെമ്പഴുക്ക ചക്കര ചെമ്പഴുക്ക 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 ചക്കര ചെമ്പഴുക്ക. കായലിന്റെ കണ്ണത്താ തൊമ്പിയിലുണ്ടൊരു